ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ജലദോഷം, അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ചുമ, കഫക്കെട്ട്, ഇതൊക്കെ മാറാനുള്ളൊരു മരുന്നാണ്. എല്ലാം തന്നെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം പറയുള്ളത് എന്താ വെച്ചാൽ, ഈ മരുന്ന് ഒരു ദിവസം 3 നേരം അങ്ങനെ 2 ദിവസം അടുപ്പിച്ച് കുടിക്കുക. അപ്പം നിങ്ങളുടെ ചുമയും കഫക്കെട്ടും എല്ലാം തന്നെ നന്നായിട്ട് മാറിക്കിട്ടും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ മാറിക്കിട്ടും എന്ന് പറയാം. ഇപ്പോൾ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജലദോഷമൊക്കെ വന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട്. നമുക്ക് ശ്വാസം വിടാനും കഴിയില്ല, ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ട്, രാത്രി കിടന്നുറങ്ങുമ്പോഴും ബുദ്ധിമുട്ട്, ഫാൻ ഇടാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിങ്ങനെ ഈ മരുന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വീട്ടിലെല്ലാവർക്കും തന്നെ ഈ മരുന്ന് ഉണ്ടാക്കി കൊടുക്കാറാണ്. അവർക്കെല്ലാം തന്നെ പെട്ടെന്ന് നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. ഒരു ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ മാറിക്കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ചെടിയില്ലേ, ഇത് കഞ്ഞിക്കൂർക്കൾ എന്നാണ് കേട്ടോ ഇവിടെയൊക്കെ അറിയുന്നത്. ഒരു പ്രത്യേക മണമൊക്കെയാണ് ഇതിന്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിന് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ 3.5 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് ഞാൻ എക്സ്ട്രാ എടുത്തതാണ്. 1/2 ഗ്ലാസ് വെള്ളം എന്തിനാന്ന് വെച്ചാൽ ഇത് തിളച്ച് വറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ആ 3 ഗ്ലാസിൻ്റെ ഒരു പാകം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 3.5 ഗ്ലാസ് വെള്ളം എടുക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളം ഒന്നിതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് 2 കഞ്ഞിക്കൂർക്കളുടെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു പിടി തുളസി ഇല ഞാൻ നുള്ളി വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചുക്ക് ചതച്ചത് എടുക്കാം. അപ്പോൾ ചുക്ക് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിപ്പോൾ ഞാൻ കല്ലിൽ ചതച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ആ ഫുൾ എഫക്റ്റ് നമ്മളെ വെള്ളത്തിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകമാണ്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത, നല്ല പൊടിയല്ല. ഇനി നമുക്ക് വേണ്ടത് ഇതാ കരിപ്പെട്ടി. ഈ സാധനമാണ് നമുക്ക് വേണ്ടത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് തിളയ്ക്കണം. ഒരു 10 മിനിറ്റ് തിളയ്ക്കണം. അപ്പം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് തിളപ്പിക്കാം. ഇതിപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാം, അതുപോലെ മുതിർന്നവർക്കാണ് കുടിക്കാൻ പറ്റുന്നത്. പക്ഷേ ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് കൊടുക്കണ്ട. അവർക്ക് വേണ്ടിയിട്ട് വേറെ മരുന്നാണ് കൊടുക്കുക, വേറെ രീതിയിലാണ് നമ്മൾ മരുന്ന് കൊടുക്കുക. ഇതിൽ ചേർത്തിരിക്കുന്ന 1-2 സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് ഉണ്ടാക്കുക. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടങ്ങളിലൊക്കെ ഈ ഒരു വെള്ളം അല്ലെങ്കിൽ ഈ ഒരു മരുന്ന് അറിയപ്പെടുന്നത് ചുക്ക് കാപ്പി എന്നാണ്. ചിലപ്പം ഓരോ സ്ഥലത്തും പേര് വ്യത്യസ്തപ്പെട്ടിരിക്കാം. അപ്പോൾ അതൊരു 10 മിനിറ്റായി തിളച്ച് തുടങ്ങിയിട്ട് ഇനി നമ്മളിതിലോട്ട് അവസാനമായിട്ട് 1 ടീസ്പൂണ് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതൊരു 30 സെക്കൻഡ് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചുക്ക് കാപ്പി ഗ്ലാസ്സിലോട്ട് അരിച്ചെടുക്കാം. ആ ജീരകവും അതുപോലെ തന്നെ തുളസിയൊക്കെ അല്ലേ, അത് വായിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ചുക്ക് കാപ്പി കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ടൊക്കെ പൂർണ്ണമായിട്ടും മാറണമെന്നുണ്ടെങ്കിൽ ചില ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ പഞ്ചസാര, അതുപോലെ പഴം, പിന്നെ പാല്. ഇത് 3ഉം പൂർണ്ണമായിട്ടും നിങ്ങൾ ജലദോഷം മാറുന്നവരെ ഉപയോഗിക്കരുത്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഈ ഒരു എഫക്റ്റ് കിട്ടില്ല. മൂക്ക് പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കും, പിന്നെ കഫക്കെട്ട് മാറില്ല. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഈ ചുക്ക് കാപ്പി വെച്ചാൽ എന്തായാലും നിങ്ങളുടെ ജലദോഷവും ചുമയും കഫക്കെട്ടും എല്ലാം പമ്പ കടക്കും.